ഇന്നലെ ഹെലൻ, ഇന്ന് ഷാമോൻ, നാളെ നമ്മളോ? നമ്മൾ പോലും അറിയാതെ നാളെ നമ്മുടെ തുണ്ട് വീഡിയോ ടെലഗ്രാമിൽ ഇറങ്ങിയുള്ള അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കി. ഞാനിത് ചുമ്മാ പറഞ്ഞതല്ല, ശരിക്കും സംഭവിക്കുന്ന കാര്യമാണ്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ സാധാരണക്കാരുടെയും സെലിബ്രിറ്റികളുടെയും ചിത്രങ്ങൾ എടുത്ത് തല വെട്ടി മാറ്റി ഒട്ടിച്ചും AI ഉപയോഗിച്ചും വ്യാജ ലൈംഗിക ചിത്രങ്ങളും വീഡിയോകളും ഉണ്ടാക്കുന്ന ഒരുപാട് ടെലഗ്രാം ഗ്രൂപ്പുകളുണ്ട്. ഇത് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ, ഷാമോൻ എന്ന് പറയുന്ന കണ്ടന്റ് ക്രിയേറ്ററിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം കുറച്ച് നാളായിട്ട് ഷാമോൻ എയറിലാണ്. അതിനുള്ള കാരണം എല്ലാവർക്കും അറിയാലോ. മൂപ്പര് പറഞ്ഞ ചില അഭിപ്രായങ്ങളാണ്. മതപരമായും സാമൂഹികപരമായിട്ടുമുള്ള ചില വിഷയങ്ങളിൽ തന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഷാമോന് നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മുസ്ലിം മതവുമായി ബന്ധപ്പെട്ടുള്ള ഷാമോന്റെ അഭിപ്രായങ്ങൾ പലരെയും പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അഖിൽഷ എന്നുള്ളതാണ് ഷാമോന്റെ യഥാർത്ഥ പേര്. ഇപ്പൊ അഖിൽഷയുടെ വീഡിയോകൾ കണ്ടവർക്ക് അറിയാം. അവൻ തന്നെ അവന്റെ വീഡിയോയിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്, ഞാൻ മതപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യുന്ന ഒരാളല്ല എന്ന്. അതുപോലെ തന്നെ മുമ്പൊരു വീഡിയോയിൽ ഷാമോൻ വേറൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കെട്ടാൻ പോണ പെണ്ണ് കല്യാണത്തിന് മുമ്പ് ഓൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല, കല്യാണത്തിന് ശേഷം ഓളിന്റെ കൂടെ നന്നായി ജീവിച്ചാൽ മതിയെന്നു. കല്യാണത്തിന് മുമ്പ് അവൾക്ക് വേറെ കാമുകനുണ്ടായിരുന്നോ, അവൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നൊന്നും ഞാൻ നോക്കുന്ന കാര്യമല്ല. കല്യാണത്തിന് ശേഷം അവൾ അവിധത്തിന് പോകാതിരുന്നാൽ മതി എന്നുള്ള രീതിയിലുള്ള ഒരു അഭിപ്രായ പ്രകടനം ഷാമോൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയതിന്റെ പേരിൽ ഷാമോൻ ഒരുപാട് സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. കല്യാണത്തിന് മുമ്പേ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും അവിധത്തിന് പോകുന്നതും ഒന്നും തെറ്റല്ല എന്നതായിരുന്നു ഷാമോനോടും പലരും ചോദിച്ച ചോദ്യം. ശരിക്കും പറഞ്ഞാൽ ഷാമോൻ പറഞ്ഞ രീതിയിലല്ലായിരുന്നു അത് കേട്ട ആൾക്കാരെടുത്തത്. ഇത് കുറെ ആൾക്കാരൊക്കെ മതവുമായി കൂട്ടിക്കലർത്താൻ തുടങ്ങി. അങ്ങനെ ഷാമോന് കുറെ ഹെയ്റ്റും വരാൻ തുടങ്ങി. ആ ഹെയ്റ്റ് എവിടെ വരെ എത്തിയെന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഇത് ആരൊക്കെയോ ചേർന്ന് ഷാമോന്റെ ചില വ്യാജമായിട്ടുള്ള ന്യൂഡ് ചിത്രങ്ങൾ ടെലഗ്രാമിലൂടെ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ അവിടെ വരെ എത്തിയ കാര്യങ്ങൾ. ഷാമോൻ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സംസാരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും ഷാമോൻ എന്താണ് പറയാനുള്ളതെന്നുള്ളത് കേട്ടു നോക്കാം. എന്റെ തുണ്ട് ലീക്കായി, നിങ്ങൾ കണ്ടാ? ഞാൻ കണ്ടു പുളി സാധനം. ഞാൻ കാണുക മാത്രമല്ല, ഞാൻ നല്ല മലപ്പുറം സൈബർ സെല്ലിൽ പോയിട്ട് അവിടുത്തെ എല്ലാ സാർമാർക്കും കാണിച്ചു കൊടുത്തു. ഓർക്കും ഇഷ്ടമായി. ഒരു പറഞ്ഞു ഇത്രയൊക്കെ ഉണ്ടോന്നൊക്കെ. ഇനി നിങ്ങളോട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയേണ്ടത്, അതായത് ഓൾമോസ്റ്റ് എല്ലാ ക്രിയേറ്റേഴ്സിന്റെ ഇൻഫ്ലുവൻസേഴ്സിന്റെ ആക്ടേഴ്സിന്റെ, അതായത് ആണുങ്ങള് എല്ലാവരുടെ സാധനവും ഇപ്പൊ അടുത്ത് ലീക്കാവും. എന്റെ ലീക്കായി നിങ്ങളുടെയും ലീക്കാവും. എങ്ങനെയാണല്ലേ? ടെലിഗ്രാമിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിന്റെ പേരാണ് ലിസ്റ്റ് എന്ന്. ഈ ഗ്രൂപ്പില് ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരുടെ മോർഫിഡ് ഫോട്ടോസ് ഉണ്ട്. ഇവരിത് പൈസക്കാണ് കൊടുക്കുന്നത്. അതായത് ഫോട്ടോക്ക് ഇത്ര റേറ്റും വീഡിയോന്റെ ക്വാളിറ്റി അവര് ഇതാക്കുന്നതിന്റെ ലെങ്ത്തും അനുസരിച്ചാണ് പൈസ ഈടാക്കുന്നത്. ഫോട്ടോക്ക് 200, വീഡിയോക്ക് എത്ര സ്റ്റാർട്ടിങ് 400, അങ്ങനെയാണ് അവർ കൊടുക്കുന്നത്. അതായത് പൈസക്ക് വിൽക്കുക. ആൾക്കാരുടെ ഫോട്ടോസ് മോർഫ് ചെയ്ത് ഉണ്ടാക്കിയിട്ട് പൈസക്ക് വിൽക്കുക. ഇതിന് പിന്നിൽ ഒരു വലിയ ടീം ഉണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ ഇന്നലെ ഒരു ഫ്രണ്ട് വഴിയാണ് ഈ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞത്. അപ്പൊ എവിഡൻസ് വെച്ചിട്ട് നമ്മൾ ഇന്നലെ മലപ്പുറം സൈബർ സെല്ലിൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. 2 വർഷം മുമ്പ് ട്വിറ്ററിൽ ഇതുപോലെ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഒരു പോൺ ആക്ടർ ഉണ്ട്, ഗേ പോൺ ആക്ടർ ഉണ്ട്. അപ്പൊ പുള്ളി ഒരു സാധനം പോസ്റ്റ് ചെയ്തപ്പോ പുള്ളി ഗസ് ദ സെലിബ്രേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാപ്ഷൻ കൊടുത്തു, എന്തോ ഒരു പോൺ വീഡിയോ. അപ്പൊ അതില് കുറെ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാനാണ് എന്നുള്ള രീതിയിൽ. അതായത് പുള്ളിയുടെ കൂടെ ഉള്ള ആള് ഞാനാണ്. അതില് ആ പയ്യന്റെ ഫേസ് പോലും കറക്റ്റ് കാണുന്നില്ല. എന്തോ കടക്കുന്ന വീഡിയോ, ഫുൾ എന്തോ ഞാൻ കണ്ടിട്ടില്ല, കുറച്ച് പാർട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പൊ അത് വെച്ചിട്ട് ആൾക്കാർ അത് ഞാനാണെന്ന് പറഞ്ഞ് ഒരു സാധനം ഉണ്ടാക്കിയിരുന്നു. പക്ഷെ ഞാനത് അങ്ങനെ കാര്യമാക്കി എടുത്തില്ല. കാരണം നമുക്കറിയില്ല, അതങ്ങനെ കാര്യമാക്കി എടുത്തിട്ടില്ല. പക്ഷേ ആ വീഡിയോവും ഇപ്പൊ അവര് ഇതിന്റെ കൂടെ, അതായത് എന്റെ കുറച്ച് മോഫ്ഡ് ഫോട്ടോസ് വന്നു, ഇതിന്റെ കൂടെ ആ വീഡിയോയും അത് ഞാനാണെന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. 2 വർഷം മുമ്പേ ഞാൻ പോണ്ടി പോയപ്പോഴത്തെ ഫോട്ടോസ് ആണത്. എന്തോ ഭാഗ്യത്തിന് എന്റെ പഴയ ഫോണിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇതെന്താ സംഭവിച്ചാല്, അന്ന് എനിക്ക് സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് അറിയില്ല. അന്ന് സബ്സ്ക്രിപ്ഷനിൽ ഞാൻ സ്റ്റോറി ഇടക്കിടക്ക് ഇടുമായിരുന്നു ഇങ്ങനത്തെ സാധനങ്ങൾ. അപ്പൊ അതിന് വേണ്ടി എടുത്ത ഫോട്ടോസ് ആണത്. അതായത് ഞാൻ അതില് എവിടെ ട്രിപ്പ് പോയാലും ഒരു ഷഡ്ഡി ഫോട്ടോ എന്തായാലും നിർബന്ധമായിരിക്കും. നിങ്ങൾ കാണുന്നതല്ലേ, കാരണം ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. അധികം ഷർട്ട്ലെസ് ഫോട്ടോസ് ആണ് ഞാൻ എന്റെ സബ്സ്ക്രിപ്ഷൻ ഇട്ടിരുന്നത്. അന്ന് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ കണ്ടിട്ടുണ്ടാവും ഈ ഫോട്ടോസ് ഒക്കെ. ഈ ഫോട്ടോസ് ആണ് അവർ മോർഫ് ചെയ്തിട്ട് ഇപ്പൊ വാട്സപ്പിലൂടെ പ്രചരിക്കുന്നത്. അപ്പൊ ഷാമോന്റെ സൈഡിൽ കൊടുത്ത നഗ്ന ഫോട്ടോ കണ്ടാൽ തന്നെ അറിയാം ഷാമോനെ നല്ലോണം വെളുപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. എന്നാലല്ലേ അടിയിൽ ഫിറ്റ് ചെയ്ത് ഏതോ സായിപ്പിന് സാധനം മാച്ച് ആവത്തുള്ളൂ. ഷാമോൻ ഇത് തമാശ രീതിയിൽ പറഞ്ഞത് ഒരു പക്ഷേ ഇത് നിസ്സാരമായി കാണാനല്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരുപാട് പേർ ആത്മഹത്യയെ കുറിച്ച് പോലും ചിന്തിക്കുന്നുണ്ടാകും. ഇങ്ങനെ പലതും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ടതില്ല എന്നൊരു കോൺഫിഡൻസ് ജനങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് മൂപ്പർ ആ രീതിയിൽ തമാശയായിട്ട് സംസാരിച്ചത്. എന്തായാലും ഷാമോന് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. എന്റെ അഭിപ്രായത്തിൽ ഇത്തരത്തിലുള്ള ഫോട്ടോകൾ ഇട്ട് പ്രചരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഒന്നുമല്ല, ഇത്തരത്തിലുള്ള ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടാവും. സൈബർ സെല്ലുകാർ കൃത്യമായി ഇതിനെതിരെ നടപടി എടുക്കണം. ആണുങ്ങളുടേത് മാത്രമല്ല പെണ്ണുങ്ങളുടെയും പല ഫോട്ടോസ് ഇതേപോലെ മോർഫ് ചെയ്ത് പല ഗ്രൂപ്പുകളിലും ഇടുന്നുണ്ട്. പിന്നെ ഷാമോൻ ഇവിടെ ഉപയോഗിച്ച ഒരു ടേം തെറ്റാണ്. ഷാമോൻ ഇവിടെ പറഞ്ഞത് എന്റെ ഫോട്ടോ എന്റെ വീഡിയോ ലീക്കായി എന്നാണ്. ലീക്കാവുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഫോട്ടോസോ വീഡിയോസോ പുറത്ത് സ്പ്രെഡ് ആവുക എന്നുള്ളതാണ്. അല്ല, പക്ഷെ ഇവിടെ അങ്ങനെയല്ലല്ലോ സംഭവിച്ചത്. ഷാമോൻ ട്രൗസർ ഇട്ടെടുത്ത പിക്ക് അവർ മോർഫ് ചെയ്ത് നൂടാക്കിയതാണ്. ഇനി ഷാമോൻ ട്രൗസർ ഇട്ടതുകൊണ്ടല്ല അവരെങ്ങനെ ചെയ്തതെന്നൊന്നും പറയല്ലേ. ഇവിടെ വിക്ടിമായിട്ടുള്ള ഷാമോന് ചോദ്യം ചെയ്യാതെ ഇങ്ങനെ ഇത്തരത്തിലുള്ള തമ്മാടിത്തരം കാണിക്കുന്നവരെ ചോദ്യം ചെയ്യുകയാണ് വേണ്ടത്. എന്തായാലും ഷാമോന് പറയാനുള്ളത് ബാക്കിയുടെ കേട്ടോക്കാം. എനിക്കിപ്പോ ഭയങ്കര ഹെയ്റ്റാ.
അതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പൊളിറ്റിക്സ് പറയുന്നതുകൊണ്ട് മതം പറയുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ ഹെയ്റ്റ് വെച്ചിട്ട് കുറച്ച് മുമ്പ് ഇതേപോലെ എൻ്റെ ഒരു ഓഡിയോ ലീക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു വരും. അതിലെന്താ പറയുന്നത് വെച്ചാല് എന്റെ ബോഡി കൊണ്ടും, അതായത് ഞാൻ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ കുറെ പെൺകുട്ടികളെ ഞാൻ ഡേറ്റ് ചെയ്യാറുണ്ട്, ടിൻഡറും ബമ്പിളൊക്കെ ഉപയോഗിച്ച് ഡേറ്റ് ചെയ്യാറുണ്ട് എന്ന് പറയുന്ന എന്റെ ഒരു ഓഡിയോ, അത് ഒറിജിനൽ ഓഡിയോ, അത് ലീക്ക് ആക്കി വരും. അപ്പൊ ഞാൻ അതുപോലെ സൈബർ സെല്ലിൽ കംപ്ലൈന്റ് കൊടുത്തിട്ട് അത് റിമൂവ് ആക്കിയിരുന്നു. ആ സമയത്ത് ഇതേപോലെ എനിക്ക് കുറെ ആൾക്കാർ മെസ്സേജ് അയച്ചിരുന്നു. അതേപോലെ എന്റെ ഫ്രണ്ട്സിനൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഷാമോന്റെ കൂടെ ട്രിപ്പ് പോയത്, ഷാമോൻ പിഴപ്പിക്കും, ഷാമോൻ പിഴയാണ്, ഗേൾസ് അവന്റെ കൂടെ സേഫ് അല്ല എന്ന് പറഞ്ഞിട്ട് കുറെ സാധനം ഇറക്കിയിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അവരുടെ പ്ലാനുകളെല്ലാം പൊളിഞ്ഞു. ആരും അത് മൈൻഡ് ആക്കിയില്ല. അതങ്ങനെ അവര് വാട്സപ്പിലൂടെ മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കി, പക്ഷെ അതങ്ങനെ മൈൻഡ് ആക്കാണ്ട് അത് അങ്ങോട്ട് പോയി. പിന്നെ ഇപ്പൊ ആൾക്കാരുടെ ഒരു സാധനം എന്താന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാ വീഡിയോസിന്റെ അടിയിലും കമന്റ്സ് വരുന്നുണ്ട്, കുണ്ടനാണ്, ഗേ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു സാധനം പിടിച്ച്, അതായത് ഇതാകുമ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് എന്നെ ഇതാക്കാൻ പറ്റുമല്ലോ. അതായത് ഓൾറെഡി എന്റെ സംസാരത്തിലൊക്കെ ചെറിയൊരു സ്ട്രൈനത് ഉണ്ട്. പിന്നെ ഞാൻ ഓൾറെഡി അങ്ങനത്തെ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഇതാകുമ്പോൾ ഒന്നുകൂടെ ആൾക്ക് എളുപ്പമായല്ലോ. അപ്പൊ അതിന് വെച്ചിട്ട് എന്നെ ഗേ ആക്കി തീർക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ക്രിയേറ്റ് ചെയ്തിട്ട് ഏതോ പോൺ ആക്ടേഴ്സിന്റെ ഒക്കെ കൂടെ എന്റെ വീഡിയോസും എന്റെ ഫേസ് ഒക്കെ വെച്ച് മോർഫ് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട്, കണ്ടോ ഇതിൽ കറക്റ്റ് മാലയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ഞാനാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്തിട്ട് മാലയൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. എന്താ അവരോടൊക്കെ ഞാൻ പറയാം, അതായത് എങ്ങനെയെങ്കിലും എന്നെ ഡീഫെയിം ചെയ്യണം, എങ്ങനെയെങ്കിലും എന്നെ തളർത്തണം, ഞാൻ വീഡിയോ ചെയ്യൽ നിർത്തണം എന്നാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഇതിലൊന്നിലും ഞാൻ തളരൂല. ഞാൻ ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. ഐ ഡു ബിലീവ് ഇൻ ലോ. ഞാൻ കറക്റ്റായിട്ട് എല്ലാ എവിഡൻസും വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ഇത് പിന്നിൽ ആരാന്ന് എനിക്ക് എന്തായാലും അറിയണം. കാരണം ഞാൻ മാത്രമല്ല, അവരുടെ ലിസ്റ്റിൽ ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട്. ഇപ്പോ എനിക്ക് കൂടുതൽ ഹെയ്റ്റ് വരുന്നതുകൊണ്ട് അവർ എന്റെ സ്പ്രെഡ് ചെയ്യാൻ മാക്സിമം നോക്കുന്നു. നാളെ വേറൊരാളെ എയറിലാകുമ്പോൾ അവരുടെ സാധനങ്ങളും ഇതുപോലെ അവരിറക്കും. നിങ്ങൾ നോക്കിക്കോ. മുളയിലെ നമുക്ക് ഇങ്ങനത്തെ ആൾക്കാരെ നുള്ളണം. എന്തിനാണ് എനിക്ക് ഇത്ര ഹെയ്റ്റ് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതായത് ഞാനൊരു മനുഷ്യനാണ്, എന്റെ ലൈഫ് വെച്ചിട്ടാണ് നിങ്ങൾ കളിക്കുന്നത്. എനിക്കിപ്പോ ഹെയ്റ്റ് വന്ന് ഞാൻ യൂസ്ഡ് ആയി. പക്ഷെ എന്റെ സ്ഥാനത്ത് വേറെ ഒരു മനക്കെട്ടില്ലാത്ത ഒരാളാണെങ്കിൽ അയാളിപ്പോ എന്തൊക്കെ ഫേസ് ചെയ്തേണ്ടി വരും. എന്റെ പൊന്നു ഷാമോനെ, നിയമത്തിലൊന്നും പൂർണ്ണ വിശ്വാസം വെച്ചിട്ട് യാതൊരു കാര്യമില്ല. ഹെലന്റെ കാര്യം എല്ലാവർക്കും അറിയാലോ. പണ്ട് ഇതേപോലെ ഹെലന്റെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ സ്പ്രെഡ് ആയിട്ടും അതിനെതിരെ ഹെലന് പരാതി കൊടുത്തിട്ടും ഇന്നും ഹെലന് അർഹിച്ച നീതി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെ ഒരുപാട് വർഷം എടുക്കും സത്യം തെളിയിക്കാൻ. അതുകൊണ്ട് പോലീസിലെ നിയമത്തിലും വിശ്വസിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഷാമോന് ബോഡി കൗണ്ടിനെ കുറിച്ച് പറഞ്ഞൊന്നും പറയുന്നുണ്ടല്ലോ. അതെന്താണെന്ന് വെച്ചാണെങ്കിൽ പണ്ടൊരു വീഡിയോയിൽ തനിക്ക് ബോഡി കൗണ്ട് ഒന്നും ഒരു പ്രശ്നമല്ല എന്ന് ഷാമോൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അത് പല ആളുകൾക്കും ദഹിച്ചില്ല. ഞാൻ വേണമെങ്കിൽ ഷാമോൻ പറഞ്ഞ വീഡിയോ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം. അതായത് ഇവരെല്ലാ തെണ്ടിത്തരം കാണിക്കും. അവരുടെ ബോഡി കൊണ്ടൊക്കെ ഒരു 10ന്റെ മേലൊക്കെ ഉണ്ടാവും. പക്ഷെ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ അവർക്ക് വിർജിൻ ആയിട്ടുള്ള ഒരു പെണ്ണിനെ വേണം എന്നാണ് ഈ മഹാമാരുടെ ആഗ്രഹം. എൻ്റെ ഒരു ഫ്രണ്ട് ഇതേപോലെ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് അത്യാവശ്യം ബോഡി കൗണ്ട് ഉണ്ട്, 10ന്റെ താഴെ ബോഡി കൗണ്ട് ഉണ്ട്. അപ്പോൾ അവൻ പറഞ്ഞത് ഞാൻ കല്യാണം കഴിക്കുമ്പോൾ എന്തായാലും ഒരു വിർജിൻ ആയിട്ടുള്ള ഒരു കുട്ടിനെയാണ് ഞാൻ കല്യാണം കഴിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മനസ്സുകൊണ്ട് ഞാൻ അപ്പം ഞാൻ തലാട്ടി, പക്ഷെ മനസ്സിൽ ഞാൻ പറഞ്ഞു പടച്ചോനെ ഇവനക്ക് ഇപ്പം എൻ്റെ ഇരട്ടി ബോഡി കൊണ്ടുള്ള പെണ്ണിനെ തന്നെ കൊടുക്കണേ. അതായത് ഇവനക്ക് എന്തോ ആവാം, പെണ്ണ് അങ്ങനെ ചെയ്യുമ്പോൾ ഓള് വെടി. അങ്ങനെയാ ഇവിടെ അങ്ങനെ, നമ്മുടെ നാട്ടിൽ അങ്ങനെയാ. അതായത് ഒരു സ്ലീവ്ലെസ് ഇട്ട പെണ്ണ് അല്ലെങ്കിൽ കൂടുതൽ മോഡേൺ ആയി ഒരുങ്ങുന്ന പെണ്ണിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓള് പോക്കാന്ന്. അത് ഇവരങ്ങോട്ട് ജഡ്ജ് ചെയ്ത് തീരുമാനിച്ച് വെക്കും. എന്റെ കേസിൽ ഞാൻ പറയാം, ഞാൻ കെട്ടാൻ പോകുന്ന കുട്ടീന്റെ വൈബായിരിക്കണം, അത്രേ എനിക്കുള്ളൂ. ഓള് ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഇനി മതമല്ലെങ്കിലും എനിക്ക് ഒരു പ്രശ്നമല്ല. എനിക്കെന്ന് വെച്ചാല് ഞാൻ കുറച്ച് തുള്ളിച്ചാടി നടക്കുന്ന ഒരു ടൈപ്പാണ്. അതുപോലെ തുള്ളിച്ചാടി നടക്കുന്ന ഒരു ടൈപ്പായിട്ടുള്ള കുട്ടീനെ കെട്ടാനാണ് എനിക്കിഷ്ടം. ഈ ഒതുങ്ങിയ ടൈപ്പ്. ഓക്കെ, അപ്പൊ ഇതാണ് ഷാമോൻ ബോഡി കൗണ്ടിനെ കുറിച്ച് പറഞ്ഞത്. ഇതിൽ തന്റെ പാർട്ണർ എങ്ങനെയാവണമെന്ന് ഷാമോൻ പറയുന്നുണ്ട്. എന്തായാലും ഇതിനു പുറമെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഷാമോന് തന്റെ ഫ്രണ്ടിന് അയച്ചു കൊടുത്തൊരു ഓഡിയോ ലീക്കായി. അതിന്റെ കൂട്ടത്തിൽ പലരും അതുമായി കണക്ട് ചെയ്ത് ഷാമോനെ കുറ്റപ്പെടുത്താനും തുടങ്ങി. അങ്ങനെ തുടങ്ങിയതാണ് ഈ ഹെയ്റ്റ് എന്നാണ് ഷാമോൻ പറഞ്ഞത്. ഈ ഹെയ്റ്റ് കാരണം ഷാമോന് കുണ്ടൻ എന്ന് വിളി വരെ കേൾക്കേണ്ടി വന്നു എന്നുള്ളതാണ്. പോരാതെ ഷാമോന്റെ കൂടെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ അവന് കൂടെ ട്രാവൽ ചെയ്യുന്ന ആളെ പഴിപ്പിക്കും എന്നൊക്കെ രീതിയിൽ പലരും പറഞ്ഞു വരുത്താൻ തുടങ്ങി എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ വീഡിയോകളിലെല്ലാം ഷാമോൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ ഒരു ഗേളിഷ് ടൈപ്പ് ക്യാരക്ടേഴ്സ് ആണ്. അങ്ങനെ വരുമ്പോൾ ഷാമോൻ ഗേ ആണെന്ന് പറയുമ്പോൾ ആളുകൾക്ക് കൂടുതൽ കണക്ട് ആവുമല്ലോ. അതുകൊണ്ട് ഷാമോൻ ഗേ ആണെന്നുള്ള രീതിയിൽ എഡിറ്റ് ചെയ്ത് ഫോട്ടോസ് ഒക്കെ ഇറക്കാൻ തുടങ്ങി. പക്ഷെ അതുകൊണ്ട് മാത്രമാണ് ഷാമോന്റെ ഫോട്ടോസ് എഡിറ്റ് ചെയ്ത് നൂഡ് പോലെ ആക്കിയതാണെന്നൊന്നും പറയാൻ പറ്റൂല. അത്യാവശ്യം സെലിബ്രിറ്റീസിന് എങ്ങനത്തെ നൂഡ് ഫോട്ടോസ് ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഒരു ത്വര ഉണ്ടാവും. ആ ഫോട്ടോ ഒന്ന് കാണാനും റിയൽ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാനും ഒരു പ്രത്യേക ത്വര കാണുമല്ലോ. അതുകൊണ്ട് തന്നെ ഷാമോനിത് മാത്രമല്ല, ഷാമോനെ പോലുള്ള പല ആളുകളുടെയും ഫോട്ടോസ് ഇത്തരം ഗ്രൂപ്പുകൾ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ അടുത്ത കാലത്ത് നടന്ന വേറൊരു ഇൻസിഡന്റ് ഉണ്ടല്ലോ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികളുടെ ഫോട്ടോ മോർഫ് ചെയ്ത MBBS കാരനെ പോലീസ് പിടിച്ച സംഭവം. ആ കേസ് ഓർമ്മ ഉണ്ടല്ലോ. അബേൽ എന്നങ്ങാനുമാണ് അവന്റെ പേര്. അവന് സീനിയേഴ്സ് സോഷ്യൽ മീഡിയയിൽ ഇട്ട ഫോട്ടോ അവൻ അങ്ങ് മോർഫ് ചെയ്തു. എന്നിട്ട് നഗ്ന ഫോട്ടോസ് എന്നുള്ള രീതിയിൽ അങ്ങ് പ്രചരിപ്പിച്ചു. കൂടെ പഠിക്കുന്ന സഹപാഠികളുടെയും സീനിയേഴ്സിന്റെയും ഒക്കെ ഫോട്ടോസ് ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവന്റെ മനസ്സ് കല്ലായിരിക്കണം. അതിൽ എനിക്ക് ചോദിക്കാനുള്ളത്, എങ്ങനെ ഈ കാര്യത്തിൽ നമ്മളൊരു ഫോട്ടോ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യും? ആരൊക്കെയാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ വിശ്വസിക്കേണ്ടത് എന്നും കൂടി മനസ്സിലാവുന്നില്ല. എന്തായാലും അബേലുമായി ബന്ധപ്പെട്ടുള്ള ആ ന്യൂസിന് ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ വെക്കാം. പെൺകുട്ടികളുടെ ചിത്രം മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച MBBS വിദ്യാർത്ഥി പിടിയിൽ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥി അബേലാണ് പിടിയിലായത്.
സീനിയർ വിദ്യാർത്ഥികളുടെ ചിത്രങ്ങളാണ് പ്രചരിപ്പിച്ചത്. 13ഓളം സീനിയർ വിദ്യാർത്ഥികളുടെ ചിത്രങ്ങളാണ് മോർഫ് ചെയ്തത്. ആഷിൻ ഡിയോഗയുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ആഷിൻ, വിവരങ്ങൾ. അശ്വതി, ഞാനുള്ളത് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന് മുന്നിലാണ്. ഇവിടെയാണ് ഇപ്പോൾ MBBS വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നത്. കാരണം ഈ മോർഫിംഗ് കേസിലെ പ്രതിയായിട്ടുള്ള ഏബലിനെ മെഡിക്കൽ കോളേജ് പോലീസ് കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു. പക്ഷേ അയാൾക്ക് ജാമ്യം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിന് കാരണം. മെഡിക്കൽ കോളേജ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ്. ഏറ്റവും ദുർബലമായ വകുപ്പുകൾ ചുമത്തിയത് കൊണ്ട് മാത്രമാണ് അയാൾക്ക് ജാമ്യം ലഭിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾ പറയുന്നത്. ഏതാണ്ട് 13ഓളം MBBS വിദ്യാർത്ഥികളുടെ ചിത്രങ്ങളാണ് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ശേഖരിച്ച് മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചത് എന്നുള്ളതാണ് ഈ ഏബലിനെതിരായ പരാതി. വയനാട് സ്വദേശിയാണ്, 3ാം വർഷ MBBS വിദ്യാർത്ഥിയാണ്. സീനിയർ വിദ്യാർത്ഥികളുടെ ചിത്രങ്ങളാണ് ഇത്തരത്തിൽ പ്രചരിപ്പിച്ചിട്ടുള്ളത്. പരാതിക്കാരിൽ ഒരാൾ നമുക്കൊപ്പമുണ്ട്. നിലവിലിപ്പോൾ 13ഓളം കുട്ടികൾ ആണ് ഈ പരാതിപ്പെട്ടിരിക്കുന്നത്. പക്ഷെ അയാൾക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രതിഷേധം എന്തിനാണ്? ഇന്നലെ രാത്രി ഞാൻ വന്നൊരു പരാതി തന്നു. ഞാനും വേറൊരു കുട്ടിയും തമ്മിൽ രണ്ടുപേരും തമ്മിൽ എൻ്റെ ബാച്ചിലർ എൻ്റെ ബാച്ച്മേറ്റുമായിട്ട് വന്നാൽ തന്നെ. പക്ഷേ അവളുടെ പരാതി ഇന്നലെ റെക്കോർഡ് ചെയ്തിട്ടില്ല. അവൾക്ക് സമയം. ഞാൻ ഇന്നലെ ഇവിടുന്ന് പോയത് 4:30. ഇന്ന് പുലർച്ചെ 4:30 ഞാൻ ഇവിടുന്ന് പോകുന്നത്. മറ്റേ കുട്ടിയുടെ പരാതി ഇന്നലെ സമയമില്ല എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്തിട്ടില്ല. രണ്ടുപേര് പരാതിപ്പെട്ടു, അതിൽ ഒരാളുടെ പരാതി മാത്രം ഇതാക്കിയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇന്ന് ബാക്കി ജൂനിയർ ബാച്ചസിലെ വിക്ടിംസിനെ കൊണ്ട് രാവിലെ 10 മണിക്ക് ഞാൻ ഇവിടെ എത്തിയതാണ്. അവരുടെ എല്ലാം പേരും നമ്പറും എഴുതിയെടുത്തിട്ട് മൊഴിയെടുക്കാം എന്ന് പറഞ്ഞിട്ട് വിട്ടേക്കുക. എന്നിട്ട് ഇന്നലെ എൻ്റെ കൂടെ വന്ന എൻ്റെ ബാച്ച്മേറ്റ് പിന്നെയും രാവിലെ വന്ന് പറഞ്ഞപ്പം പറഞ്ഞ് ഇപ്പം എന്താ അവളുടെ മൊഴിയെടുത്തു. ഇന്ന് ഇത്രയും പേരുടെ കേസ് പോവുകയാണെങ്കിൽ ഒരിക്കലും അത് ജാമ്യം കിട്ടില്ല. നോൺ ബെയിലബിൾ ഒഫൻസ് തന്നെ ഇട്ടേക്കുന്നത്. എന്നിട്ടും എൻ്റെ ഒറ്റൊരാളുടെ പേരിലാണ് ആ കേസ് പോയേക്കുന്നത്. ബാക്കി അവരുടെ പേരോ സാധനങ്ങൾ അവർ റെഡിയാണ്, വന്ന് മൊഴി തരാൻ റെഡി ആയിട്ട് പോലും അത് എടുത്തിട്ടില്ല. ഇതിൽ പ്രതിക്ക് നേരെ പോലീസ് കേസ് ഫയൽ ചെയ്തത് ചില നിസാര വകുപ്പുകൾ ചുമത്തി മാത്രമാണ്. അതുകൊണ്ട് എളുപ്പത്തിൽ അവന് ജാമ്യം കിട്ടും. ഇതാണ് ഷാമോന് വിശ്വാസമുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ നിയമവ്യവസ്ഥ. അവിടെ വിക്ടിമായിട്ടുള്ള 13ഓളം വരുന്ന വിദ്യാർത്ഥികൾക്ക് പകരം പോലീസ് രക്ഷിക്കാൻ നോക്കിയത് ആരെയാണ്? പ്രതിയായിട്ടുള്ള അബേലിനെയാണ്. ഇവരുടെ ഈ ഗതി ആർക്കും വേണമെങ്കിൽ വരാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ AI ടെക്നോളജി ഉപയോഗിച്ച് വരുന്ന ഇത്തരം ചിത്രങ്ങളൊന്നും നമുക്ക് ഫേക്ക് ആണെന്ന് കൂടി മനസ്സിലാവില്ല എന്നുള്ളതാണ്. അത്രയും ഒറിജിനാലിറ്റി തോന്നുന്ന ചിത്രങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. ഇത്തരം സാഹചര്യത്തിൽ മോർഫിങ്ങിന് ഇരയാക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തന്റെ ഫോട്ടോ അല്ല അതെന്ന് തെളിയിക്കാൻ നല്ല പാടായിരിക്കും. അതിന്റെ കൂട്ടത്തിൽ നിയമവും നമ്മുടെ കൂടെ നിന്നിട്ടില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ, അല്ലേ? ഇവിടെ 13ഓളം വരുന്ന വിദ്യാർത്ഥികൾക്ക് നേരെയാണ് നിയമം കണ്ണടിച്ചത്. ഇതിനെതിരെ നമ്മൾ പ്രതികരിക്കുക തന്നെ വേണം. കാരണം ഇങ്ങനെ മോർഫ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊരു പ്രചോദനമാണ്. അവരതിനൊരു വരുമാന മാർഗമായിട്ടാണ് കണക്കാക്കുന്നത്. ഇവരെ പോലീസ് പിടിക്കില്ല എന്നുള്ളൊരു തോന്നൽ ഇവർക്ക് ഉണ്ടായി കഴിഞ്ഞാണെങ്കിൽ പിന്നെ കാര്യങ്ങൾ നല്ലോണം കൈവിട്ടു പോകും. ആളുകൾക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ പോലും പോസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തും കാര്യങ്ങൾ. എങ്ങോട്ടാണ് നമ്മുടെ ജനതയുടെ പോക്ക്, അല്ലെ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇതേ കാര്യം അഡ്രസ് ചെയ്തുകൊണ്ട് പണ്ട് ഈഗിൾ എന്ന് പറഞ്ഞൊരു യൂട്യൂബർ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അമ്മ എന്ന് പറഞ്ഞൊരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. അതിൽ വരുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ എങ്ങനത്തെയാണ്? സ്വന്തം വീട്ടിലെ അമ്മമാര് പണിയെടുക്കുമ്പോഴും കുനിയുമ്പോഴും അവിടെയുള്ള മക്കള് ആ ഫോട്ടോ പകർത്തിയിട്ട് ഈ ഗ്രൂപ്പിൽ കൊണ്ടുവരുന്നതാണ്. അത്രയും വികൃതമായിട്ടുള്ള ടെലഗ്രാം ഗ്രൂപ്പുകൾ. എന്നാൽ അത് കണ്ട് രസിക്കാനും അതുവഴി വരുമാനം ഉണ്ടാക്കാനും നിൽക്കുന്ന ടീംസ്. എന്തായാലും ഈഗിൾ ഇതിനെ കുറിച്ച് പണ്ട് പറഞ്ഞൊരു വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ ആദ്യമേ തന്നെ പറയുന്നത് കുട്ടികൾ കാണണ്ട ഈ വീഡിയോ എന്നാണ് എന്റെ ഒരു അഭിപ്രായം. പക്ഷെ എല്ലാവരും ഇത് മെയിൻലി അറിഞ്ഞിരിക്കേണ്ടത് ഈ കുട്ടികളുടെ പേരൻസ് എല്ലാവരുമാണ്. വെറുതെ ഒരു ഫോൺ വാങ്ങിച്ച് മാത്രം കൊടുത്താൽ പോരെ. ഇവന്മാർ അതിനകത്ത് എന്താ ചെയ്യണേ, എന്തൊക്കെയാ ചെയ്യണേന്ന് നിങ്ങൾക്ക് നോക്കാനുള്ള സമയം ഇല്ലെങ്കിൽ ഈ സാധനം മേടിച്ചു കൊടുക്കരുത്. 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരുത്തനാണ് ഈ ടെലഗ്രാമിൽ ഇത് വിറ്റോണ്ടിരിക്കുന്നത്. ഗ്രൂപ്പിന്റെ പേര് അമ്മയാണ്. വീട്ടിലൊക്കെ ഇരിക്കുന്ന അമ്മമാരില്ലേ, ഈ അമ്മമാരുടെ വീഡിയോസ് വളരെ ചായ കൊടുക്കാൻ വരുന്നതും ഫുഡ് തരാൻ വരുന്നതും കിച്ചണിൽ കുക്ക് ചെയ്യുന്നതും ഒക്കെ എടുത്തു വെച്ചിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന ഒരു പാർട്ടിക്കുലർ ഗ്രൂപ്പാണ് അമ്മ എന്ന് പറയുന്ന ഗ്രൂപ്പ്. ഈ അമ്മയ്ക്കകത്ത് ഇത് എടുത്തിടുന്ന ആരാണെന്ന് നിങ്ങൾക്ക് ഊഹിച്ചാൽ ജസ്റ്റ് ഇമാജിൻ ചെയ്താൽ മനസ്സിലാവും. വീട്ടിലുള്ള ഏതെങ്കിലും ഒരുത്തൻ. ഞാൻ ആലോചിക്കുകയാണ് എങ്ങനെയാണ് ആൾക്കാർക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റണേന്ന്. എങ്ങനെയാണ് ഇതിനു വേണ്ടി മാത്രമായിട്ടൊരു ജീവിതം? ഇവനെയൊക്കെ ഇപ്പം നിങ്ങൾ വെറുതെ വിട്ടാ, ഇപ്പം ഈ പറയുന്ന സമയത്ത് നിങ്ങൾ ഇവനെയൊക്കെ വെറുതെ വിട്ടാൽ നാളെ ഇവനെയൊക്കെ ഓരോ ന്യൂസുകളിൽ നിങ്ങൾക്ക് കാണേണ്ടി വരും. അത് നമുക്ക് വേണ്ടപ്പെട്ടവരെ ഉപദ്രവിച്ചിട്ടായിരിക്കും ഇവനെയൊക്കെ കാണേണ്ടി വരുന്നത്. പിള്ളേര് ഈ ഒരു കൾച്ചറിലേക്ക് മാറുക. ഇവരെ ഈ കൾച്ചറിലോട്ടും ഇങ്ങനത്തെ തോട്ട്സിലോട്ട് ഇൻജക്ട് ചെയ്ത് വെച്ചു കൊടുക്കുക. പെണ്ണിന് അതാണ്, പെണ്ണ് അതിനു വേണ്ടി മാത്രം ഉള്ളതാണ് എന്ന് ഇൻജക്ട് ചെയ്ത് വെച്ച് പഠിപ്പിക്കുന്ന ഗ്രൂപ്പുകളാണ് ഇതൊക്കെ. നിങ്ങളൊക്കെ വിചാരിക്കുന്നത് പോലെ ഇൻഫ്ലുവൻസേഴ്സിനും സോഷ്യൽ മീഡിയ ക്രിയേറ്റേഴ്സിനും സിനിമാ നടന്മാരുടെയും മാത്രമല്ല, വീട്ടിലിരിക്കുന്ന നമ്മുടെയൊക്കെ അച്ഛന്റെയും അമ്മയുടെയും വരെ അനിയത്തിയുടെയും വരെ ഫോട്ടോയും ഇതുമെല്ലാം ടെലഗ്രാമിൽ കിടന്ന് ഓടുന്നുണ്ടെന്നുള്ള സത്യം ഇനിയെങ്കിലും മനസ്സിലാക്കണം. വന്ന് ഇപ്പൊ അമ്മയും പെങ്ങളും തിരിച്ചറിയാൻ പറ്റാത്ത കാലം എന്ന് പറഞ്ഞാൽ മതി. എവിടെ പോയി ആൾക്കാരുടെ സോഷ്യൽ കമ്മിറ്റ്മെന്റ്. പ്രായപൂർത്തിയാകാത്ത ഇന്നത്തെ ജനറേഷന്റെ മൈൻഡ് സെറ്റ് നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്. നമ്മുടെയൊക്കെ കൂടപ്പിറപ്പിന്റെ ഫോട്ടോ ഇതുപോലെ വന്നാലോ എന്ന് ഞാൻ അടക്കമുള്ള ആളുകൾ ഭയപ്പെടുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും മീഡിയയിൽ അഡ്രസ് ചെയ്യേണ്ട സമയമായി. 24 ന്യൂസിലൊക്കെ എപ്പോഴും വേഷത്തിലാണോ സ്ത്രീകളുടെ വ്യക്തിത്വം വിലയിരുത്തേണ്ടതെന്ന പേരിൽ ഡിബേറ്റ് വരെ നടത്തുന്നുണ്ട്. ഇതിനൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതിന് പകരം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഡിബേറ്റിന് വെക്ക്. ഇതൊക്കെയാണ് സോഷ്യൽ കമ്മിറ്റ്മെന്റ് അർഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത്. അല്ലാതെ സ്ത്രീകളുടെ വസ്ത്രത്തിന്റെ പേരിലാണ് വ്യക്തിത്വം വിലയിരുത്തേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചർച്ച നടത്തേണ്ടത്. ഇതിനെക്കുറിച്ചൊന്നും ഒരു വാ പോലും തുറക്കുന്നില്ല എന്നുള്ളതാണ്, അല്ലേ? എന്തായാലും നമുക്ക് ഷാമോന് പറയാനുള്ളത് ബാക്കി കൂടി കേട്ട ശേഷം അവസാനിപ്പിക്കാം.
യഥാർത്ഥത്തിൽ ഒരാളുടെ ലൈഫ് വെച്ചിട്ടാണ് ഇവർ ഈ കളിയൊക്കെ കളിക്കുന്നത്. എന്നിട്ട് ഞാൻ ഈ ഒറിജിനൽ വീഡിയോയിലെ ആളെ ഇതേപോലെ ഞാൻ തപ്പി കണ്ടുപിടിച്ച് ആരാ എന്താന്ന് എനിക്ക് അറിയണമല്ലോ. അപ്പൊ കുറെ ആൾക്കാരെ വഴി ഞാൻ തപ്പി കണ്ടുപിടിച്ചിട്ട് ആൾക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ ഇൻസ്റ്റയിൽ നോക്കിയപ്പോൾ മൂപ്പർ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പുള്ളിക്ക് മെസ്സേജ് അയച്ച സാധനമാണിത്. അതായത് പുള്ളിയോട് ഞാൻ അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു, അതായത് ഒരു സംഭവം ഉണ്ടായി, നിങ്ങളുടെ വീഡിയോയിലുള്ളത് ഞാനാന്ന് പറയുന്നു. അങ്ങനെ പുള്ളി തന്നെ പറയുന്നുണ്ട് അത് പുള്ളിയുടെ വേറെ ഏതോ ഒരു ഫ്രണ്ടാന്നൊക്കെയുള്ള രീതിയിൽ. അതായത് ആൾക്കാർക്ക് എങ്ങനെയെങ്കിലും അത് ഞാനാണെന്ന് വരുത്തി തീർക്കണം. എങ്ങനെ അവർ പ്രൂവ് ചെയ്യും? അതായത് അതിൽ മുഖം കാണുന്നില്ല, അപ്പൊ അതിന്റെ മുഖം കാണുന്നില്ല, ഒന്നും കാണുന്നില്ല, പക്ഷെ ഞാനാണത് പ്രൂവ് ചെയ്തേ പറ്റുള്ളൂ. അതായത് എന്തോ ഒരു വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെയാണത് പറഞ്ഞുണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ചാറ്റ് ചെയ്യുന്ന അതായത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരാൾക്ക് അയച്ചു കൊടുത്ത പോലെ അങ്ങനെയൊക്കെ വെച്ച് എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കിക്കണം. പിന്നെ വേറൊരു വീഡിയോയിൽ ഞാൻ ഇതേപോലെ ഇങ്ങനെ ഫോൺ പിടിച്ചിട്ട് എന്റെ കേവ് ചെയ്യുന്ന ഒരു സാധനം അവരുണ്ടാക്കിയിട്ടുണ്ട്. പൊതുവേ ഞാൻ എന്റെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇടും. ഞാൻ അധികം കുപ്പായ ഇടാറില്ല. സ്റ്റോറിയിൽ മാത്രമല്ല, റീൽസിൽ പോലും ഇടയ്ക്ക് ഞാൻ കുപ്പായ ഇടാണ്ട് ഞാൻ ചെയ്യാറുണ്ട് വീഡിയോസ്. അപ്പൊ ആ സാധനത്തിനെയാണ് അവർ എഡിറ്റ് ചെയ്തിട്ട് അങ്ങനെ ആക്കിക്കുന്നത്. അതായത് ഞാൻ ഒരാൾക്ക് വീഡിയോ കോൾ ചെയ്യുന്ന പോലെയാണ് ഓല അത് എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. നോർമലി നമ്മൾ ഒരാൾക്ക് ഇങ്ങനെ വിളിച്ച ആരെങ്കിലും വീഡിയോ കോൾ ചെയ്യോ? ഇങ്ങനെയല്ല നമ്മൾ സാധാരണ വീഡിയോ കോൾ ചെയ്യാ. ഇങ്ങോട്ട് മറ്റേ ഞാൻ എന്തോ സിനിമാക്ക് എന്തോ സ്റ്റോറി ഇട്ടപ്പോ അതെടുത്ത് ചെയ്തതാന്ന് തോന്നുന്നു. എന്റെ മുഖം പോലും കറക്റ്റ് വ്യക്തമല്ല. അങ്ങനത്തെ ഒരു വീഡിയോ ആണ് പോലും അങ്ങനെ ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ എന്റെ കയ്യിലുള്ള 2 ഫോൺ ഐഫോണാ. എന്നിട്ട് എന്താ വീഡിയോസിനും ഫോട്ടോസിനും ഒന്നും ക്ലാരിറ്റി ഇല്ലാതെ? അതായത് ഞാനിപ്പോ ഒരാൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ എന്തായാലും നല്ല ക്ലാരിറ്റി തന്നെയല്ലേ അയച്ചു കൊടുക്കുള്ളൂ. പക്ഷെ ഇവരുടെ കയ്യിലുള്ള സാധനത്തിനൊന്നും തീരെ ക്ലാരിറ്റി ഇല്ല. എന്തായിരിക്കും കാരണം? ഇത് എഡിറ്റ് ചെയ്ത് ഇങ്ങനെ പ്രോസസ് ചെയ്ത് വരുമ്പോൾ അതിന്റെ ക്ലാരിറ്റി കുറയും. എന്നിട്ട് അവരിങ്ങനെ മറ്റുള്ള ആൾക്കാർക്ക് ഫോർവേഡ് ചെയ്യില്ല. അപ്പൊ എന്തായാലും അതിന്റെ ക്ലാരിറ്റി കുറയും. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. എന്തായാലും ഷാമോന്റെ ഒരു അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. സ്വന്തം നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി പെടാപ്പാട് ഷാമോനോട്. അവസാനം ആ ഗേ പോൺ വീഡിയോ ശരിക്കും ഇട്ട ആളോട് പോയി ഷാമോന് ചോദിക്കേണ്ടി വന്നു, നിങ്ങളുടെ കൂടെ കിടന്ന ആൾ ആരാണെന്നുള്ളത്. ചിലർക്ക് അത് ഷാമോനാണെന്നും ഷാമോൻ ഗേ ആണെന്നും വരുത്തി തീർക്കണം. എനിക്കിവിടെ ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾക്ക് ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ഇമ്മാതിരി പരിപാടിയൊന്നും ചെയ്ത് അവരോട് റിവെഞ്ച് തീർക്കാൻ നിൽക്കരുത്. ഇതൊക്കെ വളരെ ചീപ്പ് പരിപാടിയാണ്. ഒരാളുടെ ഫോട്ടോ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുക, എന്നിട്ട് അതുവഴി അവരെ മോശക്കാരനായി ചിത്രീകരിക്കാൻ ശ്രമിക്കുക. എന്ത് ചീപ്പാണ് ഇതൊക്കെ? ആൾക്കാരുടെ ലൈഫ് വെച്ചാണ് കളിക്കുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾക്കൊരു വ്യക്തിയോട് ആശയത്തോട് എതിർപ്പുണ്ടെങ്കിൽ എതിർത്ത് സംസാരിച്ചോളൂ, അവരെ വിമർശിച്ചോളൂ, വേണമെങ്കിൽ 4 തെറി പറഞ്ഞോ, അതിന് ഇതിനേക്കാളും അന്തസ്സുണ്ട്. പക്ഷെ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുന്നത് ഒരുമാതിരി ഊള പരിപാടിയാണ്. ഇന്നത്തെ സോഷ്യൽ മീഡിയ യുഗത്തിൽ തെളിവുകളൊന്നും ഇല്ലാതെ ഒരാളെ കുറ്റക്കാരനാക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ആ കുറ്റപത്രം ചാർത്തപ്പെട്ട വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിരപരാധിത്വം തെളിയിക്കാനാണ് പാട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇമാതിരി പരിപാടി ഒന്നും ചെയ്യല്ല. പിന്നെ അതുപോലെ തന്നെ അമ്മയുടെയും പെങ്ങളുടെയും ഫോട്ടോസും വീഡിയോസും ഒക്കെ ടെലഗ്രാം ഗ്രൂപ്പിൽ പ്രചരിപ്പിക്കുന്ന പരിപാടി, ഇതൊക്കെ കാണുന്ന സമയത്ത് ഇന്നത്തെ ജനറേഷൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഇവർ ചിന്തിച്ചു പോവുകയാണ്. ഈ ജനറേഷൻ മുഴുവനും തെറ്റുകാരനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പുതിയ ജനറേഷൻ എന്ന് പറയുന്നത് നല്ല അപ്ഡേറ്റ് മൈൻഡുള്ള കുട്ടികളൊക്കെ തന്നെയാണ്, അടിപൊളി ആൾക്കാരാണ്, അതിലൊന്നും യാതൊരു സംശയവും ഇല്ല. പക്ഷെ പണ്ടത്തെക്കാളും ഇന്നത്തെ കുട്ടികളിൽ ഇമോഷണൽ വാല്യൂസ് കുറയുന്നതായി കണ്ടുവരുന്നുണ്ട്. അതൊരിക്കലും ഉണ്ടാവരുത്. സ്വന്തം അമ്മ ആരാണ്, പെങ്ങൾ ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റണം. അപ്പൊ അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.